ഇതെന്റെ അമ്മ സോസ്പാനിൽ കൊണ്ട് മക്രോണി വെച്ചേക്കണേ. അതൊന്നും തിന്നാൻ കൊള്ളൂല കേട്ടോ. പക്ഷെ അമ്മ കുളി കഴിഞ്ഞ് പിന്നെ അടുക്കള കയറുമ്പോ വീണ്ടും ചൂടാവൂലേ? ചൂടാവും എന്നും പറഞ്ഞാൽ കുളിക്കാതിരിക്കാൻ പറ്റും. നിങ്ങൾ ഇതിന് എന്താ പറയണേന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യട്ടോ. അതിലെ മുങ്ങി തപ്പിയാലേ പ്രോൺസ്. ആദ്യം നമ്മൾ എടുത്ത പടം കുളിച്ചിട്ട് മുഖത്ത് ടച്ചപ്പില്ല, ഇപ്പോൾ മേക്കപ്പ് ഇട്ടെടുത്തു. പിന്നെ കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ നമ്മള് ഒരു കൊടുക്കാൻ. ഞാനും അമ്മയും മാത്രമുള്ള ഒരു രാത്രി. അതിനകത്ത് ചിലരൊക്കെ ചോദിച്ചു ഞാൻ എന്താ ഒന്നും കഴിക്കാത്തെ. ഞാൻ പറയാം, ഒരു നെയ് റോസ്റ്റ് എങ്കിലും വാങ്ങി കൊടുത്തൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പുണ്ട് പിന്നെ. അപ്പൊ സൂപ്പൊക്കെ കഴിച്ചോളും. അമ്മ പറയും ഇത്ര വേണ്ട. വയറ് പൊട്ടിയാലും നിന്നെ രാത്രി. ഇതെന്റെ അമ്മ സോസ്പാനിൽ കൊണ്ട് മക്രോണി വെച്ചേക്കണേ. മക്രോണി അല്ലെങ്കിൽ പാസ്ത. നമ്മളങ്ങനെ കോവിലല്ല ഒത്തീസിന്ന് മേടിച്ചു. ഞാൻ ഇത്ര എടുത്തത് കാണിച്ചു കഴിഞ്ഞ് ഞാൻ കഴുകിക്കൊണ്ട് വേണം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടത് വേവിക്കാം. വെള്ളത്തിൽ ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്, ഇത് ഇടാം. എന്നിട്ട് ഒരു തുള്ളി എണ്ണയും കൂടെ ഒഴിക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേറെ മാർഗമുണ്ട്. വെന്ത് കഴിയുമ്പോ വെള്ളം ഊറ്റുമ്പോ പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പൊ എന്നാലും ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു മാർഗം നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇതങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്വല്പം വെജിറ്റബിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് തവയിലൊന്ന് വഴറ്റി വെക്കാം. അപ്പൊ ഇത് വെന്ത് റെഡി ആകുമ്പോഴത്തേക്ക് അത് മിക്സ് ചെയ്യാം. അത് സമയം ലാഭിക്കാനാട്ടോ. ഒരേ സമയം എല്ലാവർക്കും ചെയ്യാവുന്ന, എല്ലാവരും ചെയ്യുന്നതാണ് എങ്കിലും എല്ലാവർക്കും ചെയ്യാവുന്ന. ഓക്കെ, കഴിക്കൊണ്ട് വരട്ടെ. ആയിക്കോട്ടെ. നിങ്ങൾ കഴിയേച്ചാട്ടോ എടുക്കണം. എല്ലാരും ഒക്കെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. കഴിയേച്ചായിരിക്കും എടുക്കണം. മുത്തുമണി പോലെ അതൊന്നും തിന്നാൻ കൊള്ളൂല കേട്ടോ. ഞാനേ കാല് പറഞ്ഞ മാലും. വെള്ളം ചൂടായി കേട്ടോ. ഇതിലേക്ക് ചേർക്കുവാണേ. ഇനി അവിടെ കിടന്ന് വെന്തോളം. കുറച്ച് വേവുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾ വഴറ്റാട്ടോ. സവോളയും ബീൻസും ക്യാരറ്റും ആട്ടോ ഉള്ളു വെജാ. അപ്പം അത് നമ്മളിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാഫ് ബോയിൽ ചെയ്യുക കേട്ടോ. ബോയിലല്ല, സോട്ട് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ അതാ. ശരി, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. ഇത് കഴിയുമ്പോഴത്തേക്കും ഇതാവും. ഉപ്പും കൂടെ ചേർത്ത് ഇതിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പം ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത് ഡിന്നർ ആക്കാം. നിനക്ക് ഡിന്നർ ആക്കാം. സമയം ഉണ്ടെങ്കിൽ ഒരു പംകിൻ സൂപ്പ് ഉണ്ടാക്കാം. നിനക്ക് ഡിന്നർ ആക്കാം, ഞങ്ങൾക്ക് പറ്റൂല. അത് ലൈറ്റ് ആയിട്ട് സ്വല്പം കഴിക്കാനല്ലോ. എനിക്ക് ഡിന്നർ ആക്കാം ഞാൻ. പിന്നെ ഒരു പംകിൻ സൂപ്പും ഉണ്ടാക്കാം. 7 മണിയാവൂതാകുമ്പോ 6:45 കഴിഞ്ഞു. അപ്പോഴേക്കും അത് കോംബോ ആയിക്കോളും. കുളിച്ചിട്ട് ചെയ്യാൻ നോട്ടോ. കുളിച്ചുകൊണ്ട് മുടി ഞാൻ ചുമ്മാ മുടി ഇങ്ങനെ വെച്ചേക്കോ. പക്ഷെ അമ്മ കുളി കഴിഞ്ഞ് പിന്നെ അടുക്കള കയറുമ്പോ വീണ്ടും ചൂടാവൂലേ? ചൂടാവും എന്നും പറഞ്ഞാൽ കുളിക്കാതിരിക്കാൻ പറ്റും. വേറെ ഒരു പരിപാടി കഴിഞ്ഞാൽ കുളിച്ചില്ലെങ്കിൽ ചൊറിച്ചിൽ കൊടുക്കും. ചെടിയൊക്കെ നനച്ചു കഴിയുമ്പോ നന്നായിട്ട് വേർക്കും. അകത്തിരുന്നുള്ള പണിയല്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മിറ്റം തൂക്കണം. വൈകുന്നേരം നിറച്ച് കരിയിലായിരിക്കും. പിന്നെ കാലത്തെ അപ്പ ആൾക്കാരില്ലാത്തപ്പോ അവര് വരാത്തപ്പോ അപ്പ തൂത്ത് കളയാറുണ്ട്. പിന്നെ വൈകുന്നേരം ഞാൻ തൂക്കും. അത് കഴിഞ്ഞ് ചെടി മുഴുവൻ നനച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പടി വേർത്ത് പുഴുങ്ങിയിരിക്കും. ആ ഡ്രസ്സും മാറ്റണം, കുളിക്കുകയും ചെയ്യും. ഫാനിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ കുക്കിംഗ് ഉള്ളപ്പോ ഇതും കൂടെ ചെയ്തില്ലെങ്കിൽ ശരിയാവൂല. എല്ലാവർക്കും സമ്മർ ആയോ? അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ചെയ്യണം. അതെ, അത്രേ ഉള്ളു കാര്യം. അമ്മയുടെ ചെറുപ്പത്തിലെ നൂഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിലൊന്നുമില്ല, വലുതായി പിന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വളരെ അപൂർവമായിരുന്നു. മാഗിയാണോ? ഒന്നും ഓർക്കുന്നില്ല. അത്രയ്ക്കുള്ള ഇതൊന്നും ഇല്ലെന്ന്. അന്നത്തെ കാലത്തൊന്നും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാലഡ്, അതായത് പിരിയം മുളക് പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് കേട്ടോ. പിന്നെ സ്വല്പം ഗരം മസാല ചേർക്കണം. പുളി കഴിഞ്ഞപ്പോൾ വീണ്ടും ചൂടായി തുടങ്ങി. ഇനി അങ്ങോട്ട് ചൂട് കൂടും. ഇനിയിപ്പോൾ ഈ കുക്കിംഗ് ഒന്നും രാത്രിയിലൊന്നും നടക്കില്ലതേ. ഗരം മസാല കേട്ടോ. കുരുമുളക് പൊടിയും ഗരം മസാലയും പിരിയം മുളക് പൊടി കേട്ടോ. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിടാം. കാരണം ഇത് പാസ്ത വെന്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മക്രോണി അല്ലെങ്കിൽ പാസ്ത. മക്രോണി എന്നാണോ പാസ്ത എന്നാണോ യഥാർത്ഥ പേരെന്ന് നിങ്ങൾ തന്നെ പറയാട്ടോ. 2 പേരിലും അറിയപ്പെടുന്നുണ്ടല്ലേ. ഇന്ന് നമ്മള് വെജ് പാസ്തയ്ക്ക് പകരം ഒരു സ്വല്പം നോൺ വെജ് ചേർക്കണ്ട. മുട്ടയല്ല, ഇറച്ചിയല്ല,
ഇത് കഴിഞ്ഞ ദിവസം ചെമ്മീൻ കറി വെക്കാൻ മേടിച്ചപ്പോൾ ഞാനൊരു 3-4 ചെമ്മീൻ എടുത്ത് വെച്ചിരുന്നാണ്. അത് ഞാൻ മുഴുത്ത ചെമ്മീനായിരുന്നു. ഒരു ചെമ്മീൻ 2ആയിട്ട് കട്ട് ചെയ്ത 3-4 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് മിക്സ് ചെയ്തേ. അതറിഞ്ഞില്ല. അപ്പൊ ഒരു നോൺ വെജും ആയിക്കോളും. മുട്ട ഒന്നും ചേർക്കണില്ല കേട്ടോ. എന്നും മുട്ട ചേർത്ത് ചെയ്യണല്ലേ, അതൊരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയ മുട്ട ഇടണില്ല. അപ്പൊ ഇനി അതിലേക്ക് അത് പിടിച്ച് അവിടെ ഇരുന്നോളും. നല്ല മുട്ടനായിരുന്നു ആ ചെമ്മീൻ ചാറ് കറിയുടെ. ഇനി ഇത് വെന്ത് കഴിഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് എല്ലാവർക്കും കഴിക്കാനെടുക്കാം. എന്നിട്ട് നമ്മള് ഗ്യാസ് ഓഫ് ചെയ്ത് വെള്ളം ഊറ്റുവാണേ. ഇവിടെ വെച്ചങ്ങ് കിട്ടപാത്രത്തിലേക്ക് മറിക്കാം. കണ്ടോട്ടോ, അതെ ഇനി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേറൊരു പണി ഞാൻ ചെയ്യാം. ഒട്ടിപ്പിടിക്കൂല എന്നാലേ തണുത്ത വെള്ളം. ഓ, അപ്പൊ തന്നെ ഒഴിച്ചാ മതി അല്ലേ? ഒട്ടിപ്പിടിക്കില്ല. അതായത് വെർമിസിലിക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് വെള്ളം വാർന്നു കഴിയുമ്പോ മസാലയിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ പരിപാടിയൊന്നുമില്ല, മസാലയിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാം. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്റെ പണി നോക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സൂത്രപ്പണി നമുക്കറിയാം. ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് അതിലേക്ക് ചേർക്കാം. ചേർക്കുവാണേ. ഈ മസാലയായിട്ട് ചുമ്മാ ചേർക്കണം. അത് ശരി. ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞു പരിപാടി. ഇങ്ങനെയാണ് കാണിച്ചു തരാം. ഇനിയാണ് കാണിക്കാൻ പോണത്. ഇതെല്ലാം കൂടെ ഇതാക്കണം. എല്ലാം കൂടെ ഇളക്കി ശരിയാക്കി എടുക്കണം. ശരിയാക്കി എടുത്തേച്ച് ഉപ്പും സംഗതികളും ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് സോസ് ഒഴിക്കണം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് പകർത്തി വെച്ച് സോസ് ഒഴിക്കാം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. എല്ലാം ഒന്ന് റെഡിയായി വരാൻ കേട്ടോ. ഞാൻ പെപ്പറിന്റെയും ഇതിന്റെയൊക്കെ ടേസ്റ്റ് വരണ്ടേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്താൽ നല്ലതായിരുന്നത്. മസാല വേവിക്കുമ്പോൾ ചേർക്കണമായിരുന്നു. ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. അതിങ്ങോട്ട് ചേർത്താൽ ഇച്ചിരി അതിന്റെ ടേസ്റ്റ് കൂടെ സ്പൈസി ആയിട്ടിരിക്കും. അത് ഈ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അരച്ചത് ഇരിക്കാത്തോണ്ട് അത് വിട്ടുപോകും. ഇനിയിപ്പൊ ഞാൻ ഇച്ചിരി അരച്ചു വെക്കാം. അതാ നാളെ അരച്ചു വെച്ച പോലെ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഞാൻ എടുക്കാനോ. അതാ അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ചെമ്മീൻ ഓൾറെഡി വേവിച്ചിരുന്നതാണ് കേട്ടോ. ചെമ്മീൻ വേവിച്ചിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ. ഇത് നന്നായി വേവിച്ചിട്ടുള്ളതാണ്. അപ്പൊ നന്നായി വേവിച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പ് ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ചങ്ങ് വറ്റിച്ചെടുക്കും. അതാണ് ചെമ്മീത്തിന്റെ വേവ്. ചെമ്മീൻ റോസ്റ്റ് ചെയ്യണമെങ്കിൽ മസാലയൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്യണം. ഇപ്പൊ 4 ചെമ്മീൻ എന്നാ കാണിക്കാനാ റോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്. അത് കാരണം ഞാൻ ചുമ്മാ വെള്ളവും മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചെടുത്തു. അത്രേ ഉള്ളൂ. ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ഉപ്പ് ഇച്ചിരി കുറവുണ്ടാവും. വലിയ കുറവില്ല, കാരണം സോസ് ഒഴിക്കുമ്പോൾ ഉപ്പ് വരും. പൊടിക്ക് ചേർക്കണം. നീരില്ല, നീരായിരുന്നു ചേർക്കാൻ നല്ലത്. അപ്പൊ എവിടെയാ പോണേ? ഇത് കഴിക്കാനുണ്ട്. എന്നാ മേടിക്കാൻ പോണതാ? വേഗം വരുമോ? എപ്പോഴാ വരിക? ഓ, പുറത്തോ? നല്ല അട്രാക്റ്റീവ് ഇത് കാണാൻ. ഇന്ന് അമ്മ വൈറ്റ് നോൺ സ്റ്റിക്ക് എടുത്തില്ലല്ലോ. അതെടുത്തില്ല. അത് കഴുകി ഉണക്കി. സാധാരണ നമ്മ വൈറ്റിലല്ല ഇത് ചെയ്യേണ്ടത്. ഇനി വേറൊരു കാര്യമാണ് ചെയ്യാൻ പോണത്. ഉപ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, എനിക്കിത് പാകാം. എനിക്ക് ഉപ്പ് അങ്ങനെ പിടിക്കാറില്ല. ഉപ്പ് മതി. സോസ് ഒഴിക്കുമ്പോൾ ഉപ്പ് വരും. ഇനി ഒരു കാര്യം ചെയ്യാൻ പോവാ. സോസ് ഒഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ അമ്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ കണ്ടോട്ടോ. ഇഷ്ടംപോലെ വെജ് ചേർത്ത അത്രയും നല്ലതാണ്. ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇപ്പൊ ബീൻസ് ഇതൊന്നും ഇല്ല. പിന്നെ ഗ്രീൻ പീസ് ഞാൻ ഇന്ന് ചേർക്കാതിരുന്നതാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ആ റൈസ് ഉണ്ടാക്കിയപ്പോ ഗ്രീൻ പീസ് ഇട്ടു. അടുപ്പിച്ച് ഗ്രീൻ പീസ് കഴിക്കണ്ടല്ലോ എന്ന് ഓർത്താട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. ഞാൻ അങ്ങ് കൈ പിടിക്കാം. അവിടെ നിൽക്ക്. ഞാൻ അതെ, അതിനാണ് ചെയ്യണം.
കൂന കൂട്ടിയിരിക്കണം മാത്രമല്ല സോസ് ഒഴിക്കണം. സോസും കൂടെ ഒഴിച്ച് വെച്ച് പടം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കഴിക്കാം. അപ്പം ഇപ്പം വന്നിട്ട് ജംഗ്ഷനിലേക്ക് ഒന്ന് വരും. ഇപ്പം തന്നെ വരും. പള്ളിയിൽ പോവാന്നാ പറഞ്ഞേ. എന്തിനാണെന്ന് അറിയില്ല. സന്ധ്യക്ക് ഇപ്പോൾ പോയത്. അപ്പം തന്നെ വരും. താമസം ഉണ്ടാവില്ല. ഒഴിക്കട്ടെ സോസ്. അടിപൊളി പാസ്ത, ചെമ്മീൻ അല്ലെങ്കിൽ മക്രോണി, പ്രോൺസ് മക്രോണി എന്ന് നമുക്ക് പേരിടാം. പ്രോൺസ് എന്ന് പറയാൻ മാത്രം പ്രോൺസ് ഇട്ടിട്ടില്ല കേട്ടോ. പ്രോൺസ് എന്ന് പറയണമെങ്കിൽ നന്നായിട്ട് അങ്ങനെ പറയണ്ട. വെജ് വിത്ത് പ്രോൺ. അതെ അതെ അതെ, ഞാൻ പ്രോൺസ് മക്രോണി എന്നാ പറയുള്ളൂ. നിങ്ങൾ ഇതിന് എന്താ പറയണേന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യട്ടോ. അതിലെ മുങ്ങി തപ്പിയാലേ പ്രോൺസ്. അപ്പൊ നമുക്ക് കഴിക്കാൻ എടുക്കാം. ഇനി സോസ് ഒഴിക്കട്ടെ കേട്ടോ. സോസ് ഒഴിക്കണം വേണേ. പിന്നെന്താ, ടൊമാറ്റോ ചില്ലി സോസ്. മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലത്. അതൊക്കെ തീർന്നു. ഇന്നലത്തെ റൈസിനും ചിക്കനും ഒക്കെ എടുത്ത് ഇനി ഇല്ല. നാളെ മേടിക്കാൻ പോരെ. മതി. അടിപൊളി. ഇപ്പൊ നല്ല സുന്ദരിയായി. കുളിച്ചിട്ട് ആദ്യം നമ്മൾ എടുത്ത പടം കുളിച്ചിട്ട് മുഖത്ത് ടച്ചപ്പില്ല. ടച്ചപ്പ് വെച്ചാൽ പൗഡർ അങ്ങനെയൊക്കെയുള്ള ക്രീമൊക്കെ ഇടുന്നവർ അത് ഇടാതെ എടുത്തതാണ്. ഇപ്പോൾ മേക്കപ്പ് ഇട്ട് ഓക്കെ അടിപൊളി. ഇനി ഒട്ടും ക്ഷമിക്കാനുള്ള ഇതില്ല. കഴിക്കാൻ തുടങ്ങുക. അപ്പൊ വരുമ്പോ അപ്പയുടെ എടുക്കാം. ഞാൻ പറഞ്ഞേ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇനി എല്ലാവർക്കും അങ്ങ് കഴിക്കാന്ന്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നാ? വെറുതെ ഈ പാത്രം ഒന്നും ഇനി കഴുകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഈ പാത്രത്തിൽ എടുക്കണം. അമ്മ സെപ്പറേറ്റ് പാത്രമാണോ എടുക്കണേ? എനിക്കതാ ഇഷ്ടം. നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യും. അതെ. അപ്പൊ എന്തായാലും ഇല്ല, കുറച്ച് കഴിയുമ്പോ വരും. 7:30 അധികം വൈകാതെ വരും. ഇത് ഞാൻ കഴിക്കാൻ എടുത്തതാ. എനിക്ക് ഞാൻ സ്പൂൺ തരാമോ? സ്പൂൺ തരാം. ഞാൻ സ്പൂൺ എടുത്തോളാം. അപ്പൊ ദേ മക്രോണി കഴിക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും കഴിക്കുവാട്ടോ. ഞാനും അമ്മയും മാത്രമുള്ള ഒരു രാത്രിയിൽ. അങ്ങനെ പറയാൻ പാടില്ല. തന്നെ ആളെത്തും. നല്ലതാ. ഗരം മസാല ഒക്കെ ചേർന്നുകൊണ്ടേ ഇച്ചിരി കൂടെ വെജിറ്റബിളും ഇട്ട വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ വെജിറ്റബിൾ വഴറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മസാലയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് ഞങ്ങൾ തട്ടിക്കൂട്ട് ഉണ്ടാക്കിയതാ. കണ്ടോ, ചെമ്മീനൊക്കെ കിട്ടി. ഇത് മുഴുവൻ ഞാൻ കഴിക്കാൻ പോണതല്ല കേട്ടോ. മുഴുവൻ ഏതായാലും നീ കഴിക്കൂലെന്നറിയാം. ഇന്നത്തെ ഡിന്നർ 7 മണിക്കാണ് ഞാൻ കഴിക്കണേ കേട്ടോ. നമ്മളില്ലേ ഐലൻഡിൽ പോയപ്പോ 7 മണിക്ക് കഴിച്ചില്ലേ അല്ലേ? അതിനകത്ത് ചിലരൊക്കെ ചോദിച്ചു ഞാനെന്താ ഒന്നും കഴിക്കാത്തേ. ഞാൻ പറയാം, കഴിക്കട്ടെ എന്നിട്ട് പറയാം. ഇന്ന് പോയപ്പോ നനകിഴങ്ങ് പുഴുങ്ങി തിന്നേച്ചാ പോയെ. 3:30-4 മണിയോട് 3:30 പോയി തോന്നുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് 7 മണിയായപ്പോഴത്തേക്കും അവക്ക് കഴിക്കാനുള്ള അത്രയ്ക്കുള്ള വിശപ്പ് അവക്കായില്ലായിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചായിട്ട് എനിക്കൊരു ബട്ടൂര ഫുൾ തിന്നാൻ എന്തായാലും പറ്റൂല. വലിയ ബട്ടൂരയല്ലേ. അപ്പൊ ആ ബട്ടൂരേന്ന് ഷെയർ ചെയ്തു, നെയ്റോസ്റ്റീന്നും ഷെയർ ചെയ്തു. അവക്ക് ആവശ്യമുള്ളത് അവള് കഴിച്ചു. പിന്നെ കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ നമ്മള് കോരി കൊടുക്കാനാണ്. പിന്നെ എവിടെ പോയാലും വിശപ്പുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഭക്ഷണം കഴിക്കും. അത് നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എല്ലാം പോകുമ്പോ തിരിച്ചു വരുമ്പോ എല്ലാം നമ്മള് മീൽസും ചപ്പാത്തി അതൊക്കെ ഉച്ചയ്ക്ക് അന്നപൂർണ്ണന്ന് കഴിക്കാറില്ല. അന്നേരം എല്ലാം കാണാറുണ്ട്. പിന്നെ അന്നവർക്ക് അത് മതിയായിരുന്നു, അതുകൊണ്ട് അത് കഴിച്ചു. അന്ന് നമ്മളത് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ടും ചിലര് ചോദിച്ചു ഒരു നെയ് റോസ്റ്റ് എങ്കിലും വാങ്ങി കൊടുത്തൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങി കൊടുക്കാൻ കൊച്ചു കുട്ടിയായിരുന്ന സമയങ്ങളിലെല്ലാം വാങ്ങി കൊടുക്കും. ഇപ്പോഴും അവള് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഒന്നിച്ച് ഞങ്ങൾ പോകുമ്പോ ഭക്ഷണം മേടിക്കുമ്പോ അവൾക്ക് ആവശ്യമുള്ള അവള് മേടിച്ച് കഴിക്കും. അല്ല, അവൾക്ക് ആവശ്യമുള്ള അവൾ ഓർഡർ കൊടുക്കും, കഴിക്കും. ആ സമയത്ത് അത് മതിയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് അവള് കഴിച്ചില്ല എന്നുള്ള. ഞങ്ങള് അവൾക്ക് ഇഷ്ടമുള്ള അവളെ എടുക്കുക, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ എടുക്കുക, അപ്പയ്ക്ക് ഇഷ്ടമുള്ള അപ്പ എടുക്കുക. പിന്നെ ഞങ്ങളുടെ അവള് ഷെയർ ചെയ്തെടുത്തു, അത് മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ടും
ഏതാണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇരുന്നാ കഴിച്ചത്. ഞാൻ ലിപ്പ് പോകുമ്പോഴും ഒക്കെ കഴിച്ചതാ. എല്ലാവരും അന്ന് വൈകിട്ട് പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല, അത് കഴിച്ചോണ്ട്. ഞാൻ പറഞ്ഞില്ല, നനകഴങ്ങി കഴിച്ചേച്ച് പോയത് കൊണ്ട് പിന്നെ വയറിലത് ഹെവി ആയിട്ട് കിടക്കും. കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അത് കിടക്കണുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കഴിക്കാതിരുന്നത്. കഴിക്കാനാവില്ല, പുറത്തുനിന്ന് കഴിക്കാറുണ്ട് കേട്ടോ. പോകുമ്പോഴും കഴിക്കുമ്പോൾ അല്ലാതെയൊക്കെ കഴിക്കാറുണ്ട്, അല്ലാതെ വേറെ ഒന്നും ആയിട്ടല്ല. അവൾക്ക് ആവശ്യമുള്ളത് അവള് കഴിച്ചു, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ വന്നു കേട്ടോ. അപ്പയ്ക്ക് കൊടുക്കാൻ ഈ മക്രോണി. കഴിച്ചോളൂ. കാപ്പി ഇടുമ്പോ ബാ മക്രോണി കഴിക്കാം. ഊണിന് പകരല്ല, എനിക്ക് ഊണിന് പകരം, അപ്പയ്ക്ക് ഊണിന് പകരം അല്ല. അല്ല, എല്ലാവർക്കും ചെറു വയസ്സുണ്ടോ കഴിക്കാൻ? ഇനിയിപ്പോ അത് ഊണിന് പകരമായിട്ട് കഴിക്കാനൊന്നും ഇല്ല. നല്ലതാ. സോസ് അപ്പൊ ചിലപ്പോ ഇച്ചിരൂടെ വേണ്ടി വരും. ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നുമായിരുന്നു. സോസ് വേണമെങ്കിൽ പറയണോട്ടോ. മിനിമലിസം, ദ ആർട്ട് ഓഫ് മിനിമലിസം. അതെ. അപ്പൊ വേറെ സോസറിലേക്ക് എടുക്കുവാണോ? കുറച്ചധികം എടുത്തോ, എനിക്ക് ഇത്ര ഒന്നും വേണ്ട. സൂപ്പുണ്ട് പിന്നെ. അപ്പ സൂപ്പൊക്കെ കഴിച്ചോളും. ഉമ്മ പറയുക അപ്പയ്ക്ക് സൂപ്പൊന്നും വേണ്ടെന്നൊക്കെ. ഇച്ചിരും കൂടി എടുത്തോ, എനിക്ക് ഇത്രയും വേണ്ട. ഒരു സൈഡ് ഡിഷ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി കേട്ടോ. ആ മക്രോണി അതിന് ഉള്ളിലേക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇറങ്ങില്ലല്ലോ, അതാ. പക്ഷെ പിള്ളേർക്ക്, കൊച്ചു പിള്ളേർക്കൊക്കെ ഒരു കൗതുകം, അവർക്ക് വൈവിധ്യങ്ങളാണല്ലോ. അതെ 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 അതെ. അമ്മ ഇതെടുത്തോളൂ. ആരുടെയും വയറ് പൊട്ടിയാലും തിന്നരുത് കേട്ടോ രാത്രി. പ്രശ്നമുണ്ടോ? രാത്രി ആയതുകൊണ്ടാണ്. ഇതും എടുത്തോട്ടോ. എനിക്ക് മുഴുവൻ പറ്റില്ല, ഞാൻ നാളെ തിന്നോളാം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവൂല.